ഹേയ് ഹലോ. അപ്പോൾ നമുക്കൊരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ കണ്ടാലോ? ഞാനും മമ്മിയും കൂടെ കൂടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള പർച്ചേസിന് വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ റോഡ് പണി ആയതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ കവലയിലേക്ക് പോകണമായിരുന്നു ബസ് കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ലക്ഷ്യം 3:20 ബസ്സാണെന്നുണ്ടെങ്കിലും ഞങ്ങളെ ആ ബസ്സുകാർ പറ്റിച്ചു ഗായ്സ്. ബസ് ഉണ്ടായില്ല. ദെൻ ഞങ്ങൾ അവിടെ കുത്തിയിരുന്നു 3:55 വരെ. അടുത്ത ബസ് വരാണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ഒരു ഗ്രാമപ്രദേശമൊക്കെ ആയതുകൊണ്ട് തന്നെ, നമ്മുടെ സിറ്റി അല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ എപ്പോഴും ബസ്സൊന്നുമില്ല കേട്ടോ ഗൈസ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമുക്ക് ബസ് കിട്ടി. നമ്മൾ ബസ്സിൽ കയറി. മമ്മി വേസലത്തും ഞാൻ വേസലത്തും പോയിരുന്നു. അങ്ങനെ അത്യാവശ്യം കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ അത്യാവശ്യം പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ചായ കുടിച്ചേക്കാം. രാവിലെ ആണെങ്കിൽ മസാല ദോശ, ഉച്ചയ്ക്കാണെങ്കിൽ ബിരിയാണി, വൈകുന്നേരം ചായയുടെ സമയമാണെന്നുണ്ടെങ്കിൽ പപ്സ്. ഇതൊരു ഷെഡ്യൂളാണല്ലോ, നമ്മൾ എവിടെ പോയാലും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. രാവിലെ മസാല ദോശ തന്നെ വേണം, ഉച്ചയ്ക്ക് പോകുകയാണെങ്കിൽ ബിരിയാണി തന്നെ വേണം, ഈ സമയമൊക്കെ ആണെങ്കിൽ ഇതുപോലെ പപ്സ്. അപ്പോൾ ചില്ലിൻകൂട്ടിൽ കേക്ക് ഇരിക്കുന്നത് ഗൈസ്. ഞാനൊരു അഡിക്റ്റാണ് കേട്ടോ ഗൈസ് കേക്കിനൊക്കെ. സോ എന്നെ അത് മാടി വിളിച്ചു. അങ്ങനെ ഞാൻ ആദ്യം കേക്ക് പറഞ്ഞു. ആദ്യം ഞാനൊരു ബ്ലാക്ക് ഫോറസ്റ്റാണ് പറഞ്ഞത്. പക്ഷേ എനിക്കത് തിന്നപ്പോൾ സെറ്റപ്പ് തോന്നിയില്ല, കാരണം ഭയങ്കര കട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവരെനിക്ക് മാറ്റി തന്നു ഗൈസ്. അതിനുശേഷം എനിക്കിത് ഏത് കേക്കാണെന്നോ ഏതോ ഒരു കേക്ക് കൊണ്ട് തന്നു. ഇത് സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് മൊത്തം പിടിച്ച് ഞങ്ങളിത് നേരെ ബസ് കയറി. അങ്ങോട്ട് പോയ ബസ് തന്നെ തിരിച്ചും കിട്ടി. പിന്നെ തിരിച്ച് വീട്ടിലോട്ടൊരു പോക്കല്ലായിരുന്നു. അങ്ങനെ വീട്ടിലോട്ട് കൂട് മാറ്റിയൊരു പോക്ക് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.